നമ്മൾ കമ്പനിക്കാരൊക്കെ കൂടിയിട്ട് കുളിക്കുന്ന സമയത്താണ് അനന്ത് ഒരു കാര്യം പറയുന്നത്. അവന്റെ നാട്ടിലൊരു ഉത്സവമുണ്ട്, നമുക്ക് കച്ചവടം വെച്ചാലോ എന്ന്. പിന്നെ ഒന്നും നോക്കില്ല, ഞങ്ങൾ എല്ലാവരും കൂടി സൂപ്പർ മാർക്കറ്റിലേക്ക് വിട്ട്. അപ്പൊ നമ്മൾ ആദ്യം ജ്യൂസ് ഐറ്റംസ് ആണ് ഉണ്ടാക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസ് വാങ്ങി. പിന്നെ നമ്മൾ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറുനാരങ്ങ ഇഞ്ചൊക്കെ വാങ്ങി. പിന്നെ നമ്മൾ മോഹബത്തുക്ക സർബത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കസ്കസും സ്പൂണൊക്കെ വാങ്ങി. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോയത്. നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത് മുന്തിരി സിപ്പപ്പാണ്. മുന്തിരിയൊക്കെ ജ്യൂസ് അടിക്കുകയൊക്കെ ചെയ്ത് നമ്മൾ എല്ലാവരും കൂടി പാക്കൊക്കെ ചെയ്തിട്ട് നമ്മൾ നേരെ ഫ്രീസറിലേക്ക് കയറ്റി. പിന്നെ നമ്മൾ പോയത് മുഹബത്തുക്ക സർബത്ത് ഉണ്ടാക്കേണ്ട ബത്തക്കാണ്. അനന്തും അച്ചൂട്ടനും കൂടി ഒരു ബത്തക്ക സാമ്പിൾ നോക്കേണ്ടിട്ട് ഒരു ബത്തക്കന്റെ പകുതി തന്നെ തീർത്തിട്ട്. പിന്നെ നമ്മളെ സ്പെഷ്യൽ ആയിട്ടുള്ള പുലിക്ക് സർബത്ത് ഉണ്ടാക്കേണ്ടിട്ടുള്ള ഗ്ലാസ് വാങ്ങാനാണ് പോയത്. പിന്നെ നമ്മുടെ നാരങ്ങ സോഡ ഉണ്ടാക്കേണ്ടിട്ടുള്ള സോഡ വാങ്ങി. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോയത്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി മുഹബത്തുക്ക സർബത്ത് ഉണ്ടാക്കി. പിന്നെ എല്ലാ ഐറ്റംസും ഒരു ചാർട്ടിൽ എഴുതിയിട്ട് നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോയി. അപ്പൊ നമ്മൾ എല്ലാ സാധനവും റെഡി ആയിട്ടുണ്ട്. അപ്പൊ ചെറിയ കുട്ടികളൊക്കെ വന്നിട്ട് ഉപ്പിലിട്ടൊക്കെ വാങ്ങുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, കലിപ്പന്റെ കാന്താരി. അത് അനന്ത് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ കുറെ നേരത്തിന് ശേഷം ഒരു ചെക്കൻ വന്നിട്ട് പറഞ്ഞ് ബൂസ്റ്റ് കുലിക്ക് വേണമെന്ന്. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. സാധനം എങ്ങനെയുണ്ട്? നമ്മുടെ കച്ചവടം നല്ല രീതിയിലാണ് മുന്നോട്ട് പോയത്. അപ്പൊ ലാഭമൊന്നും പ്രതീക്ഷിച്ചൊന്നുമല്ല ഞാൻ ഈ കച്ചവടം തുടങ്ങിയത്. പിന്നെ എല്ലാവരും നമുക്ക് നല്ല അടിപൊളി സപ്പോർട്ടാണ് കിട്ടിയത്. അപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഇതേപോലെ തന്നെ ഉത്സവമൊക്കെ ഉണ്ടാവുമ്പോൾ നിങ്ങളൊന്ന് ചെയ്തു നോക്ക്. ഇതേപോലെയുള്ള ഒരുപാട് നല്ല വീഡിയോസുകൾ ഇനിയും വരും. അപ്പൊ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.